പേരിൽ മോഷണ പരമ്പര. താമരശ്ശേരിയിൽ 2 ഇടങ്ങളിലായി 3 വീടുകളിലും മോഷണം നടന്നു. 3 വീടുകളിലും പിൻവാതിൽ കുത്തി തുറന്നായിരുന്നു മോഷണം. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീട്ടുകാരോടൊപ്പം കൂടരഞ്ഞിയിലെ ബന്ധുവീട്ടിൽ പോയി ഇന്ന് രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വൃന്ദാവൻ എസ്റ്റേറ്റിലെ കല്ലുമാക്കൽ തോമസ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ പിൻഭാഗത്തെ ഗ്രില്ല് തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച 8000 രൂപ നഷ്ടമായി. വീട്ടിലെ പല സ്ഥലങ്ങളിലും മുളകുപൊടി വിതറിയിട്ടുണ്ടായിരുന്നു. വാതിലുകളുടെയും അലമാരകളുടെയും പൂട്ട് തകർത്ത നിലയിലായിരുന്നു. തോമസിന്റെ അയൽവാസിയായ പുല്ലുമാക്കൽ ത്രേസ്യ മാത്യുവിന്റെ വീട്ടിലും സമാന രീതിയിലാണ് മോഷണം നടന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ത്രേസ്യാമ്മ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് മോഷണം നടന്നത്. അലമാരകളിലുണ്ടായിരുന്ന ബാഗുകൾ, മറ്റു വസ്തുക്കളെല്ലാം പുറത്തെടുത്ത് കൊണ്ടുപോയെങ്കിലും മോഷ്ടാവിന് വിലപിടിപ്പുള്ള ഒന്നും കിട്ടിയില്ല. 10:30 ഞാൻ ഉറങ്ങുന്നത്. 5 മണിയായപ്പോൾ എഴുന്നേറ്റപ്പോൾ ഇതുപോലെ അലമാരയെല്ലാം തുറന്നു കിടക്കുന്നുണ്ട്. അപ്പം ബെഡിൽ തന്നെ മൊബൈലുണ്ടായിരുന്നു. മൊബൈൽ നോക്കുമ്പോൾ കാണുന്നില്ല. അന്നേരമാണ് എനിക്ക് ആരോ മുറിക്കകത്ത് വീട്ടിൽ കയറിയിട്ടുണ്ടെന്ന് സംശയം തോന്നിയത്. താമരശ്ശേരി ചർച്ച് റോഡിൽ മാടാരുകുളങ്ങര അഹമ്മദ് കുട്ടിയുടെ അടച്ചിട്ട വീട്ടിലാണ് മോഷണം നടന്നത്. അഹമ്മദ് കുട്ടിയും കുടുംബവും വിദേശത്താണ്. ഇയാളുടെ ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകൻ പുലർച്ചെ എത്തിയപ്പോഴാണ് വാതിലുകളെല്ലാം തുറന്നിട്ട നിലയിൽ കാണപ്പെട്ടതും മോഷണം നടന്നതായി മനസ്സിലാക്കുന്നതും. വാതിലുകളുടെ പൂട്ട് തകർക്കാൻ ഉപയോഗിച്ച ഉളികൾ അടക്കമുള്ള ആയുധങ്ങൾ വീടിനകത്ത് ഉപേക്ഷിച്ച നിലയിലുണ്ട്. എന്നാൽ വീട്ടിൽ നിന്നും കാര്യമായൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് മലയാളം, കോഴിക്കോട്.